ലോകം മുൾമുനയിൽ നിൽക്കുന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഭീതിതമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. തങ്ങളുടെ ആത്മാഭിമാനത്തിനു മേലുള്ള കടന്നുകയറ്റത്തെ സർവശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ ടെഹ്റാൻ അക്ഷരാർത്ഥത്തിൽ കത്തിയെരിയുകയാണ്. ഇറാന്റെ പരമാധികാരി സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് ഇപ്പോഴും സജീവമായി തുടരുന്നത് ലോകത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നുമുണ്ട്. ഇറാൻ പുതിയൊരു പരമാധികാരിയെ തിരഞ്ഞെടുത്തതായി ചില സൂചനകൾ ഉണ്ടെങ്കിലും അമേരിക്ക ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. നിലവിലെ ഇറാന്റെ മതഭരണ സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈറ്റ് ഹൗസും നീങ്ങുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചർച്ചകൾക്കായി വാതിൽ തുറന്നിട്ടുണ്ടെന്ന് അറിയിച്ചെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് കർശനമായി തള്ളിക്കളഞ്ഞു. നിരുപാധികമായി കീഴടങ്ങലും പൂർണ്ണമായ അധികാര കൈമാറ്റവുമില്ലാതെ യാതൊരുവിധ ഒത്തുതീർപ്പൊന്നുമില്ലെന്ന നിലപാടിലാണ് സഖ്യകക്ഷികളുമുള്ളത്. ടെഹ്റാനിൽ ഇപ്പോൾ ബോംബ് വീഴാത്ത ഇടങ്ങളില്ലാത്ത അവസ്ഥയാണ്. 5000-ഓളം കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്കൻ സേന അവകാശപ്പെടുമ്പോൾ ഇസ്രയേൽ സേന അതിനേക്കാൾ വലിയ പ്രഹരമാണ് ഇറാന്റെ സൈനിക കരുത്തായ IRGC കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കുന്നത്. 50ഓളം യുദ്ധവിമാനങ്ങൾ ഒരേ സമയം ടെഹ്റാനിൽ ബോംബ് വർഷിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിനിടയിൽ ചാരപ്രവർത്തനം ആരോപിച്ച് സ്വന്തം IRGC കമാൻഡറെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഉള്ളിൽ നിന്നുള്ള ഭീഷണികളെയും രാജ്യം നേരിടുന്നു എന്നതിന്റെ തെളിവാണ്. യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതിനോടകം 200-ലധികം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടത് മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. സൗദിയും ഖത്തറും ഈ മിസൈലുകൾ പ്രതിരോധിച്ചുവെങ്കിലും യുദ്ധം ഒരു ഗൾഫ് പ്രതിസന്ധിയായി മാറുമോ എന്ന ഭീതി ശക്തമാണ്. ഈ യുദ്ധത്തിലെ ഏറ്റവും പുതിയ വഴിത്തിരിവ് ബ്രിട്ടന്റെ പരസ്യമായ പിന്തുണയാണ്. അമേരിക്കയ്ക്കും സൗദിക്കും പിന്തുണ പ്രഖ്യാപിച്ച ബ്രിട്ടൻ എത്തിയതോടെ നാറ്റോ രാജ്യങ്ങളുടെ ഇടപെടൽ സജീവമായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ് ഇപ്പോൾ കരിങ്കടലിൽ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് ബ്രിട്ടനിലെ വ്യോമതാവളത്തിൽ എത്തിയ അമേരിക്കയുടെ B-1 ബോംബറുകളാണ്. B-2, B-52 ബങ്കർ ബസ്റ്ററുകൾ കൂടി എത്തുന്നതോടെ ഇറാന്റെ ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെടുമെന്ന് നിരീക്ഷകർ കരുതുന്നുമുണ്ട്. റഷ്യയുടെ ഇറാൻ അനുകൂല നിലപാട് പാശ്ചാത്യ രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് ഇറാൻ പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് ഇന്റലിജൻസ് സഹായം വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ട്. ഈ സംഘർഷങ്ങൾക്കിടയിലും ഖത്തർ എയർവേസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നുമുണ്ട്. കേരളമടക്കമുള്ള ഇടങ്ങളിലേക്കുള്ള സർവീസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും വ്യോമപാതകൾ ഏത് നിമിഷവും അടയ്ക്കപ്പെട്ടേക്കാം. വരാനിരിക്കുന്ന മണിക്കൂറുകൾ ഇറാന്റെയും ആഗോള സമാധാനത്തിന്റെയും ഭാവി നിർണയിക്കുന്നവയാകും.